ആഹാരം ദാനം ചെയ്യുന്നത് പുണ്യാണ്, വസ്ത്രം ദാനം ചെയ്യുന്നതും പുണ്യാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ജ്ഞാനം ദാനം ചെയ്യുക എന്നുള്ളത്, അറിവ് വിളമ്പുക എന്നുള്ളത്. പരമമായ പ്രകാശത്തെ ദാനം ചെയ്യുവാൻ നമ്മൾക്കാർക്കെങ്കിലും ഒന്ന് ഭാഗവാക്കാകുവാൻ സാധിച്ചു എങ്കിൽ പുണ്യാണ്, തലമുറകളോളം പുണ്യാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തി അല്ലേ? എത്രയോ ക്ഷേത്രപ്രതിഷ്ഠകൾ 1888 അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ മുതൽ ആലുവ അദ്വൈതാശ്രമം വരെ ഉല്ലല ഓങ്കാരേശ്വരം വരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ, ആ ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു ഗ്രാഫൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. സ്ഥൂലത്തിൽ തുടങ്ങൂ, സൂക്ഷ്മത്തിലേക്ക് വരൂ എന്നൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, പറഞ്ഞു തരുന്നു. മാത്രമല്ല ഒരു ക്ഷേത്രം എന്തായിരിക്കണം, ആ ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ച് എന്തൊക്കെ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഗണപതിയെയും വിനായകനെയും ദേവിയെയും സുബ്രഹ്മണ്യനെയും ഒക്കെ പ്രതിഷ്ഠിച്ച് സാത്വിക രീതിയിലുള്ള ആരാധനാ സമ്പ്രദായത്തെ നമുക്ക് പകർന്നു തന്നപ്പോൾ അവിടുത്തെ ക്ഷേത്രപ്രതിഷ്ഠകൾ കൂടുതലും ഭക്തരുടെ ആഗ്രഹപ്രകാരവും ആവശ്യപ്രകാരവുമായിരുന്നു എങ്കിൽ ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് ഭഗവാന്റെ ആഗ്രഹപ്രകാരം 3 പ്രതിഷ്ഠകൾ നടത്തിയതായി നമുക്കറിയാം. ഒന്ന് അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ, പിന്നെ ഏതാണ് ശാരദ അല്ലേ പ്രതിഷ്ഠ, പിന്നത്തത് പ്രതിഷ്ഠയല്ല ആലുവ അദ്വൈതാശ്രമം. പ്രതിഷ്ഠകളൊന്നുമില്ല, കാരണം എന്തേ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് വന്നു. അപ്പോൾ 1888 അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു സാഹചര്യത്തിലാണ് ഭഗവാൻ തിരുവവതാരം ചെയ്ത് അങ്ങനെ ഒരു പ്രതിഷ്ഠ നമുക്കായി അവിടുന്ന് തന്നത് എന്ന്. കാരണം എന്താ, ഇരുട്ടിൽ ആണ്ടുകിടന്ന അജ്ഞാന അന്ധകാരത്തിൽ മൂടിക്കിടന്ന ഒരു വലിയ സമൂഹം, തളർന്നു കിടന്ന ഒരു സമൂഹം. ഈ തളർന്നു കിടന്ന സമൂഹത്തെ എന്ത് ചെയ്യണം, ഉയർത്തണം. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപം, ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രതിഷ്ഠ അതെന്താണ്, ശിവലിംഗ പ്രതിഷ്ഠയാണ്. ലിം ഗമയേതി ഇതി ലിംഗഃ എന്ന് വിവക്ഷ. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ നിരവധി അനവധിയായിട്ടുള്ള രൂപങ്ങളുണ്ട് അല്ലേ? ചതുരമുണ്ട്, വട്ടമുണ്ട്, ത്രികോണമുണ്ട് അല്ലേ, അണ്ഡാകൃതിയുണ്ട്, ഇങ്ങനെ നിരവധി അനവധിയായ ആകൃതികളുണ്ട്, രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. എന്നാൽ ലിംഗാകൃതിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട് എന്ന് 1000 ആണ്ടുകൾക്ക് മുൻപ് ഋഷിവര്യന്മാർ പറഞ്ഞു തന്നു. പക്ഷേ ആളുകൾ ഉൾക്കൊണ്ടില്ല. ഗുരുക്കന്മാർ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്നേ നന്നായി പോയേനെ അല്ലേ? അങ്ങനെ ഒരു സ്വഭാവം നമുക്കില്ല. അപ്പം 1000 ആണ്ടുകൾക്ക് മുൻപ് വര്യന്മാർ പറഞ്ഞു, സ്പിറോ സിലിണ്ടറിക്കൽ ആകൃതിക്ക്, അണ്ഡാകൃതിക്ക്, ലിംഗാകൃതിക്ക് മഹത്വം കൂടുതലാണ്, പ്രത്യേകത കൂടുതലാണ്. കാരണം പ്രപഞ്ചത്തിലുള്ള മറ്റ് ആകൃതികളിൽ ഊർജത്തെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവുള്ളതിനേക്കാൾ കൂടുതൽ ലിംഗാകൃതിക്ക് കൂടുതൽ ഊർജത്തെ സ്റ്റോർ ചെയ്ത് വെക്കുവാനുള്ള അപാരമായ ശക്തിവിശേഷമുണ്ട് എന്ന് 1000 ആണ്ടുകൾക്ക് മുൻപ് ആര് പറഞ്ഞു തന്നു? ഗുരുക്കന്മാർ പറഞ്ഞു തന്നു. പക്ഷേ ഗുരുക്കന്മാർ പറയുന്നത് ആരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം നമ്മൾ അജ്ഞാനികളാണല്ലോ, ഇരുട്ടിൽ കിടക്കുന്നവരാണല്ലോ. അതുകൊണ്ട് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശാസ്ത്രജ്ഞന്മാര് ഇത് പരീക്ഷിച്ച് കണ്ടുപിടിച്ചു. ശരിയാണ്, ലിംഗാകൃതിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് ശരിയാണ്. അവർ പരീക്ഷിച്ച് കണ്ടുപിടിച്ചു, അവരത് പ്രാവർത്തികമാക്കി അല്ലേ? സ്പിറോ സിലിണ്ടറിക്കൽ ആകൃതിക്ക് പ്രത്യേകത കൂടുതലാണ്. ഏതാണ്ട് 200-ൽ പരം ആറ്റമിക് റിയാക്ടറുകളുണ്ട് അല്ലേ? എന്താണ് ഈ ആറ്റമിക് റിയാക്ടറുകളുടെ ആകൃതി? അണ്ഡാകൃതിയാണ്, ലിംഗാകൃതിയാണ്.
മാത്രമല്ല ഭഗവാൻ തൻ്റെ ആദ്യ പ്രതിഷ്ഠ അതിനുള്ള രൂപമായി സ്വീകരിച്ചതും ഏതാണ്? ലിംഗാകൃതിയാണ്. കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ചാരത്തേക്ക് വരുന്നവർക്ക് ഇതെന്ത് ചെയ്യും? ഊർജത്തെ പകർന്നു കൊടുക്കും, ഊർജത്തെ നിറച്ചു വയ്ക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ചാരത്തേക്ക് വരുന്നവർക്ക് ഈ ഊർജത്തെ പകർന്നു കൊടുക്കുവാനുമുള്ള അപാരമായ ശക്തി ഏതാകൃതിക്കുണ്ട്? ലിംഗാകൃതിക്കുണ്ട്, അണ്ടാകൃതിക്കുണ്ട്. നമ്മൾ പോയി ഒരു ശിവലിംഗത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ നമ്മൾ അറിയണം ഇങ്ങനെ ഒരു മഹത്വമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ തളർന്ന് കിടന്ന നമ്മളെ അല്ലേ, വരിക്കപ്ലാവിൻ്റെ ചുവടൊക്കെ ആരാധിച്ച് കാളനെയും കൂളിയെയും ഒക്കെ ആരാധിച്ചിരുന്ന നമുക്ക് അങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ യഥാർത്ഥമായ ഉണ്മയെ പ്രാർത്ഥിക്കൂ, പ്രകാശത്തെ അറിയൂ, പ്രകാശത്തോട് ചേരൂ, പ്രകാശമായി തീരൂ എന്ന് പഠിപ്പിച്ചു തരുവാൻ ഗുരു നമുക്ക് ആദ്യപ്രതിഷ്ഠയായി ശിവലിംഗ പ്രതിഷ്ഠ തന്നു അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ എത്രയോ പ്രതിഷ്ഠകൾ. 1888 അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ. ഇനി ശാരദയിലേക്ക് വരുമ്പോഴോ 1912 ചിത്ര പൗർണമി നാളിൽ അല്ലേ. അപ്പോൾ അറിവാണ് പരമമായി ഒരുവൻ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇത് ഞാൻ മറന്നില്ല, ജ്ഞാന ദാന യജ്ഞം. ക്ഷേത്രത്തോട് നമ്മളതാണ് പറഞ്ഞു വന്നത്. അതാണ് ഇപ്പം ക്ഷേത്രത്തോടനുബന്ധിച്ചല്ല ഒരു ക്ഷേത്രം എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുക? തൃപ്പാദങ്ങൾ കൽപ്പിച്ചരുളി എന്താണ്? വവ്വാലുകളും അല്ലേ, വവ്വാലുകളും നരിച്ചീറുകളും ഒക്കെ ഇരുന്ന കയറി എന്താണ് ദുഷിച്ച അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഇരുട്ടറകളല്ല ക്ഷേത്രങ്ങൾ. പിന്നെയോ വിശാലമായ ഹാളുകൾ ഉണ്ടാവണം അല്ലേ, അവിടെ അറിവ് വിളമ്പിക്കൊടുക്കണം, അറിവ് പകർന്നു കൊടുക്കുന്ന ഇടങ്ങളാകണം. പിന്നെന്താണ്? വായനാശാലകൾ ഉണ്ടാവണം, പൂന്തോട്ടങ്ങൾ ഉണ്ടാവണം. ഇതാണ് ഗുരു പഠിപ്പിച്ച ക്ഷേത്ര സങ്കല്പം. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഗുരുക്ഷേത്രം ആണെങ്കിൽ പോലും ആ ഗുരുക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്, കമ്മിറ്റി കൂടുമ്പോൾ പൊതുയോഗം കൂടുമ്പോൾ നമ്മൾ പറയും എന്തായാലും ഒരു ഗാനമേള വേണം, എന്തായാലും ഒരു നാടകം വേണം, എന്തായാലും ഒരു ബാലേ വേണം. ആയിക്കോ, ഇതൊന്നും വേണ്ട എന്ന് ഗുരു പഠിപ്പിച്ചിട്ടില്ല. ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും ഒരേപോലെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പം, നമ്മൾ അറിയണം. അതുകൊണ്ട് ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ഭഗവാന്റെ കൃപാവാത്സല്യം അവോളം ഉണ്ടാവും. ഈ ഒരു പേര് തന്നെ അത്ര ശ്രേഷ്ഠല്ലേ, ജ്ഞാന ദാന യജ്ഞം. പല രീതിയിലുള്ള യജ്ഞങ്ങളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞാൽ അറിവിനെ വിളമ്പിക്കൊടുക്കല, അതിനുള്ള വേദി ഒരുക്കി കൊടുക്കല, അതിനു വേണ്ടി പ്രവർത്തിക്കല. ഏറ്റവും വലിയ ഗുരുപൂജ അതാ, ഏറ്റവും വലിയ പാദപൂജ അതാ, ഏറ്റവും വലിയ ദക്ഷിണയും അതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്താണ്, തടസ്സം നിൽക്കരുത്, എതിര് പറയരുത് കേട്ടോ. കാരണം എന്നാന്നറിയോ, സ്വാമിയുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണ അതല്ലേ. ഒരാളുടെ കണ്ണ് തെളിച്ചു കൊടുക്കാൻ പറ്റിയാൽ, ഒരാളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നമുക്ക് പറ്റിയാൽ അതിനോളം വലിയ പുണ്യമുണ്ടോ? ഭക്ഷണം കൊടുത്താൽ ഒരു നേരത്തേക്ക് വയറ് നിറയ്ക്കാൻ പറ്റും, അടുത്ത നേരം ആകുമ്പോൾ പിന്നെയും വയറ് കാലിയാവും ഇല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്തത് ഒരു നേരം നമുക്ക് ഒരാൾക്ക് ഭക്ഷണം ദാനമായിട്ട് കൊടുത്താൽ ഒരു നേരം കഴിയുമ്പോൾ അത് തീർന്നു അതിൻ്റെ ഇല്ലേ, ശരിയല്ലേ. വസ്ത്രം കൊടുത്തു, അത് കീറുന്നവരെ ആ വസ്ത്രം അവർക്ക് പ്രയോജനമാവും. പക്ഷേ അറിവ് പകർന്നു കൊടുത്താലേ, ഒരാൾക്ക് ഒരു അമ്മയുടെ ഇരുട്ടിനെ ഇല്ലാതാക്കിയാൽ, ഒരച്ഛൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കിയാൽ, ഒരു മക്കളുടെ ഒരു തലമുറയുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കിയാൽ ആ ഒരാൾക്കോ ആ ഒരു തലമുറയ്ക്കോ മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ തലമുറയിലും ആ പ്രകാശത്തെ വാരി വിതറുവാൻ ഈ പ്രകാശം കൊണ്ട് കഴിയും, ഈ ജ്ഞാനദാനം കൊണ്ട് കഴിയും.